അവിടെ നിന്നാണ് യാത്ര ആരംഭിക്കേണ്ടത്. അവിടെ നിന്നാണ് തീർത്ഥാടകർക്ക് വേണ്ടി ഗംഗ അവിടെ അണകെട്ടി, ഗംഗയിൽ അണകെട്ടി തിരിച്ചൊഴുക്കുന്ന പതിനായിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് എല്ലാ സന്ധ്യകളിലും കൈകളിങ്ങനെ ദീപക്കാഴ്ചയുമായി ഗംഗാമാതാവിനെ വരവേൽക്കുന്ന, ഗംഗയുടെ പുളിനങ്ങളിലേക്ക് നോക്കി നിൽക്കുന്ന ആ സുന്ദരമായ കാഴ്ച ഏകദേശം 2-3 അടി പൊക്കത്തിൽ ഉയർന്നു കത്തുന്ന ആ ആരതി അവിടുത്തെ ഗംഗാനദിക്ക് കുതിച്ചു പായുന്ന ആരെയും കൂസാത്ത ആ ഗൗരവത്തോടുകൂടിയുള്ള യാത്ര. അങ്ങനെ ഹരിദ്വാറിൽ നിന്ന് വൈവിധ്യമാർന്ന ഈ എല്ലാ സംഭവങ്ങളെയും എല്ലാ കാഴ്ചകളെയും ആവാഹിച്ചെടുത്തുകൊണ്ടാണ് നാം ഋഷികേശിലേക്ക് വന്നത്. ഹിമവൽ താഴ്വരയിൽ ഭക്തർക്കൊന്ന് കുളിക്കണമെങ്കിലോ അവിടെ ഭഗവാൻ തന്റെ സങ്കല്പശക്തി കൊണ്ട് ചൂട് കുളങ്ങൾ ഉണ്ടാക്കി. നമസ്കാരം, ഞാൻ KV രാജേന്ദ്രൻ, തപസ്യയുടെ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ്. ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതുപോലെ ഭാരതത്തിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്നൊരു വിഷയത്തിലാണ് നിങ്ങളുമായി സംവദിക്കാൻ ആഗ്രഹിക്കുന്നത്. നേരത്തെ ഞാൻ കന്യാകുമാരിയെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ആ കന്യാകുമാരിയിൽ നിന്ന് നാം യാത്ര ആരംഭിച്ച് ഏറ്റവും വടക്ക് ഹിമശൈലത്തിലേക്കുള്ള യാത്ര ഹരിദ്വാർ അഥവാ മായാപുരി. ആ മായാപുരി എന്ന പട്ടണം ആണ് ഹിമാലയത്തിൻ്റെ കവാടം. ഹിമാലയം ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. യാത്ര ആരംഭിക്കേണ്ടത് അവിടെ നിന്നാണ്. മഹാമനീഷികൾ തപം ചെയ്യുന്ന ആ കാനന ഭൂമിയിലേക്ക്, ഗംഗയാർ ഒഴുകിപ്പരക്കുന്ന ആ ഗംഗയുടെ വിരുമാറിലേക്ക് തപസ് ചൈതന്യം ആവോളം ആസ്വദിക്കാൻ, അതിൻ്റെ ഇമ്പമുള്ള ആ സന്ധ്യയുടെ ഈണം കേട്ടറിയാൻ നമുക്ക് പോയേ പറ്റൂ. ഓരോ യാത്രികൻ്റെയും മനസ്സിൽ, ഓരോ തീർത്ഥാടകൻ്റെയും മനസ്സിൽ 1000 സ്വപ്നങ്ങളുടെ ചിറകുകൾ മുളപ്പിക്കുന്ന ആ മനോഹാരിത പറഞ്ഞറിയിക്കാനാവില്ല. 100 കണക്കിന് ആശ്രമങ്ങളുടെ സംഗമഭൂവാണ് ഹരിദ്വാർ. 100 കണക്കിന് അവിടെയുണ്ട്. ഒരു ഭാരത് മാതാ ക്ഷേത്രം, ഇഷ്ടംപോലെ ആശ്രമങ്ങളുണ്ട്, 100 കണക്കിന് ആശ്രമങ്ങളുണ്ട്. ഗംഗയുടെ സൗന്ദര്യം നമുക്ക് കാണാം. തീർത്ഥാടകർക്ക് വേണ്ടി ഗംഗ അവിടെ അണകെട്ടി, ഗംഗയിൽ അണകെട്ടി തിരിച്ചൊഴുക്കുന്ന സ്ഥലം നമുക്ക് കാണാൻ സാധിക്കുന്നു. അവിടെ എല്ലാ പാപങ്ങളും ഇറക്കി വെച്ച് ആ പുണ്യപാപങ്ങളുടെ കണക്കെടുക്കുമ്പോൾ പുണ്യം തേടിയുള്ള യാത്ര അവിടെ നിന്നാണ് ആരംഭിക്കുക. പാപത്തിൻ്റെ ചുവടുകൾ ഇറക്കി വെച്ചുകൊണ്ട് പുണ്യം നേടാനുള്ള യാത്ര ഹിമാലയത്തിലേക്ക് തുടങ്ങുന്നത് അവിടെയാണ്. അവിടെ നിന്ന് ഒരു 23 കിലോമീറ്റർ, 25 കിലോമീറ്ററിനകത്ത് പോയാൽ ഋഷികേശായി. അവിടെ ലക്ഷ്മൺ ഝൂലയും കാണാൻ പറ്റും, പാലം കാണാൻ പറ്റും. ഹിന്ദി സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ആ ലക്ഷ്മൺ ഝൂല. എന്ത് ഭംഗിയാണ് അവിടുത്തെ ഗംഗാനദിക്ക്. കുതിച്ചു പായുന്ന ആരെയും കൂസാത്ത ആ ഗൗരവത്തോടുകൂടിയുള്ള യാത്ര. ഗംഗയെ മനസ്സാ നമിച്ചു പോകും. അവിടെയാണ് നമ്മുടെ എത്രയോ ആശ്രമങ്ങളുള്ളത്. സ്വാമി ചിന്മയാനന്ദ സ്വാമിയുടെ ഗുരുനാഥനായിട്ടുള്ള സ്വാമിജിയുടെ ആശ്രമം അവിടെയാണ്. അതുപോലെ തന്നെ കാളി കമ്പിളിവാല സദാസമയവും ഒരു കമ്പിളി പുതപ്പ് മൂടി നടന്നിരുന്ന സന്യാസി സ്റ്റേഷനുണ്ട്, കാളി കമ്പിളിവാല. ആ കാളി കമ്പിളിവാലയുടെ ആശ്രമം അവിടെയാണ്. ആ ലക്ഷ്മൺ ഝൂല കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് പോയാൽ നിരവധി കൊച്ചു കടകളുണ്ട്. ഭാരതത്തിൻ്റെ സവിശേഷമായ ഏറ്റവും ശ്രദ്ധേയമായ ആ രസങ്ങൾ നിറഞ്ഞിരിക്കുന്ന, മധുരമുള്ള, അതുപോലെ തന്നെ പല നിറത്തിലുള്ള അലുവകൾ പോലെയുള്ള, രസായനം പോലെയുള്ള, ലേഹ്യം പോലെയുള്ള, റോസാപ്പൂവിൻ്റെ ദളങ്ങൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ലേഹ്യം. എത്ര ടേസ്റ്റാണ്! ഇതൊക്കെ നമുക്ക് നുണയാൻ പറ്റും.
അവിടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആ വിശാലമായ ആ തീർത്ഥക്കെട്ടിൽ വലിയ 80 അടി പൊക്കമുള്ള ഭഗവാൻ ശിവൻ്റെ ഒരു പ്രതിമയുണ്ട്. ശിവൻ്റെ പ്രതിമയുണ്ട്. ആ ശിവൻ്റെ പ്രതിമയെ സാക്ഷിയാക്കി അവിടെ തൊഴുത് നമുക്ക് അവിടെ കുളിക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ ഹരിദ്വാറിൽ നിന്ന് തുടങ്ങുമ്പോൾ പാപങ്ങളുടെ കെട്ടെല്ലാം അഴിച്ചു വെച്ച് ആ പവിത്രമായ ഹിമസാനുക്കളിലേക്ക് നടന്നു കയറുന്ന ഒരു മനുഷ്യൻ്റെ തീർത്ഥാടകൻ്റെ അനുഭവം അഥവാ വർണ്ണനാതീതമാണ്. വിവരിക്കാനാവില്ല, അനുഭവിച്ച് അറിയാൻ കഴിയൂ. കാരണം ആ ഹരിദ്വാറിൽ കണ്ട നമ്മുടെ ആ ഗംഗ ആരതി 10,000-കണക്കിന് ആളുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് എല്ലാ സന്ധ്യകളിലും കൈകളിങ്ങനെ ദീപക്കാഴ്ചയുമായി ഗംഗാമാതാവിനെ വരവേൽക്കുന്ന, ഗംഗയുടെ പുളിനങ്ങളിലേക്ക് നോക്കി നിൽക്കുന്ന ആ സുന്ദരമായ കാഴ്ച, ഏകദേശം 2-3 അടി പൊക്കത്തിൽ ഉയർന്നു കത്തുന്ന ആ ആരതി, ആ കാഴ്ച മനോഹരമാണ്. ഒരേ ശബ്ദമാണ്, ഗംഗാഭയാ കി, ഗംഗാമാതാ കി ജയ്, ഗംഗാമാതാ കി ജയ്, ഗംഗാമാതാ കി ജയ്. 10,000 കണ്ടങ്ങളിൽ നിന്ന്, ആയിരക്കണക്കിന് കണ്ടങ്ങളിൽ നിന്ന് ഒരുമിച്ച് ഒരേ മന്ത്രധ്വനി പോലെ അത് മുഴങ്ങുമ്പോൾ ആ തീർത്ഥക്കെട്ടുകളിൽ ഇങ്ങനെ ദീപങ്ങൾ ഒഴുകി നടക്കുമ്പോൾ ഗംഗയുടെ ഉപരി ഭാഗം മുഴുവൻ, ഗംഗയുടെ പുറം മുഴുവൻ ദീപങ്ങളാൽ അലങ്കൃതമാകുന്ന കാഴ്ച. കൊച്ചു നെയ്വിളക്കുകൾ ഇങ്ങനെ ഒഴുകിപ്പോകുന്ന, ആയിരക്കണക്കിന് നെയ്വിളക്കുകൾ ഒഴുകിപ്പോകുന്ന മനോഹരമായ കാഴ്ച. ഏത് കഠിനഹൃദയനെയും, ഏത് നിരീശ്വരവാദിയെയും, ഏത് യുക്തിവാദിയെയും ഈ ഭാരതത്തിൻ്റെ ഒരിക്കലും തീരാത്ത, അസ്തമിക്കാത്ത ആ മധുരമനോഹരമായ ആത്മീയ സായുജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരും എന്ന കാര്യത്തിൽ സംശയമില്ല. ആ കാഴ്ച കണ്ടാണ് ഹർക്കിപ്പൊടിയിൽ വന്നിട്ട് ആത്മബലി ചെയ്യാം, എനിക്ക് ആൺമക്കളില്ല, അല്ലെങ്കിൽ ഞാൻ സന്യാസിയാണ്, സ്വയം അവിടെ നമുക്ക് പിണ്ടം വെക്കാനുള്ള അവകാശമുണ്ട്. സ്വപിണ്ടം വെച്ചുകൊണ്ട് വേണമെങ്കിൽ അവിടെ പിതൃക്കൾക്ക് വേണ്ടി പിണ്ടം വെക്കാം. മരിച്ചുപോയ അച്ഛൻ്റെയോ അമ്മയുടെയോ ആത്മാവിന് മോക്ഷം കിട്ടാൻ 7 തലമുറയിൽപ്പെട്ട, മാതൃപരമ്പരയിൽപ്പെട്ട, പിതൃപരമ്പരയിൽപ്പെട്ട പിതൃക്കൾക്ക് അവിടെ ശാപമോക്ഷത്തിനു വേണ്ടി നമുക്ക് ബലിതർപ്പണം നടത്താം. ഇല്ലെങ്കിൽ ആത്മപിണ്ഡം വെക്കാം. എനിക്ക് ശേഷം എൻ്റെ ബലികർമ്മങ്ങൾ ചെയ്യാൻ എനിക്കാളില്ലെങ്കിൽ എൻ്റെ ബലികർമ്മങ്ങൾ സ്വയം നിർവഹിച്ച് പോകുന്ന 100 കണക്കിന് ആളുകളുണ്ട്, പ്രത്യേകിച്ചും സന്യാസിമാർ. അങ്ങനെ ഹരിദ്വാറിൽ നിന്ന് വൈവിധ്യമാർന്ന ഈ എല്ലാ സംഭവങ്ങളെയും, എല്ലാ കാഴ്ചകളെയും ആവാഹിച്ചെടുത്തുകൊണ്ടാണ് നാം ഋഷികേശിലേക്ക് വന്നത്. ഋഷികേശ് മനോഹരമാണ്. ശിവാനന്ദ സ്വാമികൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചിന്മയാനന്ദ സ്വാമികളുടെ ഗുരുനാഥനായിട്ടുള്ള ശിവാനന്ദ സ്വാമികൾ, നമ്മുടെ തിരുവനന്തപുരത്ത് അഭയാനന്ദ സ്വാമികളുടെ ഗുരുനാഥൻ, 2 തീർത്ഥഘട്ടങ്ങളിൽ, ആ തീർത്ഥഘട്ടങ്ങളിൽ അതിൻ്റെ ഇരുവശങ്ങളിലായി ഇടത് ഭാഗത്ത് ആ ആശ്രമത്തിൽ ശിവാനന്ദ സ്വാമിയുടെ ആശ്രമത്തിൻ്റെ പടിക്കെട്ടുകളിൽ ശിവാനന്ദ സ്വാമിയും ശിഷ്യഗണങ്ങളും, മറുഭാഗത്ത് അഭേദാനന്ദ സ്വാമികളും ഇരുന്നിങ്ങനെ മണിക്കൂറുകളോളം സന്ധ്യയ്ക്ക് പാരായണം ചെയ്യുമായിരുന്നു, ഭജന പാഠമായിരുന്നു. ആ സമയത്ത് മയിലുകൾ നൃത്തം ചെയ്യുമായിരുന്നു. അത്രേ സന്ധ്യ സമയത്ത് കാട്ടുമൃഗങ്ങൾ വന്ന് ശബ്ദമുണ്ടാക്കാതെ വന്ന് കേട്ടു നിൽക്കുമായിരുന്നു. ആനന്ദദായകമായ ആ കണ്ണിന് മധുരമുള്ള, ഇമ്പമേറുന്ന ആ പാട്ട് കേൾക്കാൻ, ആ ഭഗവാന്റെ സ്തുതി കേൾക്കാൻ ആശ്രമത്തിൻ്റെ ഇരുകരകളിലും, ഗംഗയുടെ ഇരുകരകളിലും ആശ്രമത്തിൻ്റെ പരിസരത്തായി കാട്ടുമൃഗങ്ങൾ പോലും ശാന്തസ്വരൂപികളായി നിൽക്കുന്ന കാഴ്ച കണ്ടവർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അന്ന് കണ്ടവർ മയിലുകൾ കൂട്ടം കൂട്ടമായി വന്ന് നൃത്തം ചെയ്യുമായിരുന്നു. അത്ര ഹൃദയാകർഷകമാണ് ഈ ശിവാനന്ദ സ്വാമികളുടെയും അതുപോലെ തന്നെ അഭയാനന്ദ സ്വാമികളുടെയും ഒക്കെ ആ പ്രാർത്ഥന, അവരുടെ അഭേദാനന്ദ സ്വാമികളുടെയും മറ്റും ആ പ്രാർത്ഥന, അവരുടെ ഗീതികൾ കേട്ട് ആനന്ദപുളകിതരായി നിൽക്കുന്ന ആളുകളെപ്പോലെ തന്നെ കാട്ടുമൃഗങ്ങളുണ്ടാകും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്, കണ്ടവർ എഴുതി വച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ആ ഋഷികേശിൽ ഒന്ന് മുങ്ങിക്കുളിക്കണ്ടേ?
ഋഷികേശിൽ മുങ്ങിക്കുളിച്ച് അവിടെ തപം ചെയ്യുന്ന സന്യാസി ശ്രേഷ്ഠന്മാരുടെ മഹത്വം അറിഞ്ഞ് അവരുടെ പാദങ്ങൾ മണ്ണിൽ പതിഞ്ഞ ആ പുണ്യസ്ഥലികളിൽ ഒന്ന് നമിച്ച് ആ മണ്ണ് തൊട്ട് ചന്ദനം തേച്ച് മണ്ണ് തൊട്ട് ഒന്ന് നെറ്റിയിൽ കുറി തൊട്ടുകൊണ്ട് നമുക്ക് വീണ്ടും മുകളിലേക്ക് പോകാം. അവിടെ തപ്തകുണ്ടുകൾ ഈ പോകുന്ന വഴിക്ക്, ബദരിയിലേക്ക് പോകുന്ന വഴിക്ക് തപ്തകുണ്ടുകൾ കാണാം. മഞ്ഞുറയുന്ന ഈ ഹിമവൽ താഴ്വരയിൽ ഭക്തർക്കൊന്ന് കുളിക്കണമെങ്കിലോ അവിടെ ഭഗവാൻ തൻ്റെ സങ്കല്പ സൃഷ്ടി കൊണ്ട് ചൂട് കുളങ്ങൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. വെള്ളം തിളയ്ക്കുന്ന വെള്ളം സ്വയം തിളയ്ക്കുന്ന കുളങ്ങൾ, അതിന് തപ്തകുണ്ടുകളെന്ന് പറയും. പരശുരാം കുണ്ടിലുണ്ട്, രുദ്രപ്രയാഗിലുണ്ട്, ദേവപ്രയാഗിലുണ്ട്, പല ഭാഗത്തും കേദാർനാഥിലുണ്ട്, ബദ്രീനാഥിലുണ്ട്. എവിടെ പോയാലും കാണാൻ പറ്റും. ഭക്തർക്ക് കുളിക്കാൻ പ്രകൃതി ഒരുക്കിയിട്ടുള്ള ശങ്കരാചാര്യസ്വാമികൾ തൻ്റെ തപം കൊണ്ട്, തപശക്തി കൊണ്ട് പടുത്തുയർത്തിയതാണ് എന്ന് പറയുന്നു. പക്ഷേ ആധുനിക ശാസ്ത്രം പറയുന്നത് സൾഫറിൻ്റെ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് ആ പ്രദേശത്ത് വെള്ളം ഇങ്ങനെ സ്വയം തിളയ്ക്കുന്നതാണ്. എന്തായാലും എന്തുകൊണ്ട് ആ ഹിമവൽ ശൃംഗങ്ങളിൽ മാത്രം ഋഷീശ്വരന്മാരുടെ പാദം പതിഞ്ഞ ഈ സ്ഥലങ്ങളിൽ മാത്രം കാണുന്നു, മറ്റൊരു ഭാഗത്തും എന്തേ കാണാത്തത്? അപ്പോൾ അങ്ങനെയുള്ള മനോഹരമായ തപ്തകുണ്ടങ്ങളിൽ നമുക്ക് ഒന്ന് കുളിക്കാൻ സാധിക്കും. തിളച്ചു മറിയുന്ന വെള്ളം, അവിടെ 2 or 3 ഘട്ടങ്ങളിലായി ഒലിച്ചു വീണ് വരുന്ന അല്പം കുളിക്കാൻ പാകമായ വെള്ളത്തിലുള്ള കുളി എല്ലാ ആത്മീയ നിർവൃതികളെയും ഉണർത്തി മനുഷ്യൻ്റെ ഉള്ളിലെ എല്ലാ ഗർവുകളെയും ശമിപ്പിക്കുന്ന ആ താപം, എല്ലാ താപത്തെയും ശമിപ്പിച്ച് ആ തപസ്സുകൊണ്ട് ഋഷി മുനിമാർ ധന്യമാക്കിയ ആ മണ്ണിൻ്റെ പവിത്രതയിലേക്ക് നടന്നു പോകാൻ സാധിക്കും. അവിടെയുണ്ട് രുദ്രപ്രയാഗുണ്ട്, അളകനന്ദയും മന്ദാകിനിയും ഒന്ന് പതിക്കുന്ന സ്ഥലം. അളകനന്ദ കടും പച്ച നിറമാണ്, വെട്ടിത്തിളങ്ങുന്ന പച്ച നിറമുള്ള അളകനന്ദ. മന്ദാകിനി, ഭഗീരഥി അവിടെ കാണാൻ പറ്റും. ഭഗീരഥി കലങ്ങിയ വെള്ളമാണ്. 2 നിറത്തിലുള്ള ജലങ്ങൾ ഒരുമിച്ച് ചേർന്ന് രുദ്രപ്രയാഗിൽ നിന്ന് താഴോട്ട് ഗംഗയായി ഭവിക്കുന്ന, ഒരു ഭാഗത്ത് അളകനന്ദിയായി വരുന്നു, ഒരു ഭാഗത്ത് ഭഗീരഥിയായി വരുന്നു. ആ ഭഗീരഥയുടെ കലക്കവെള്ളവും അതുപോലെ തന്നെ ആ രുദ്രപ്രയാഗിൽ ഒരുമിച്ച് ചേരുന്ന ആ മനോഹരമായ കാഴ്ച, വിരൽ വെച്ചാൽ മുറിഞ്ഞു പോകുന്ന വളരെ കരുത്തുള്ള ഒഴുക്കുള്ള ആ സ്ഥലം, അവിടെ നമുക്ക് എത്തിച്ചേരണ്ടേ. ആ പവിത്രമായ മണ്ണിലൂടെ നമുക്ക് യാത്ര തുടരാം മുകളിലേക്ക്, ഹിമവൽ ശൃംഗങ്ങളിലേക്ക്.